തമ്പി വന്നില്ലേ സുരേന്ദ്ര? അങ്കിളോ? കമ്പനിന്ന് വന്ന് കുപ്പായോ മാറി പുറത്തേക്ക് പോയി. അപ്പൊ ബാറിലേക്കായിരിക്കും. പിന്നെല്ലാം എവിടെ പോരാ, അമ്പലത്തിൽ പോയി കുളിച്ചു വിടാനോ. നല്ല കോളായി. വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഓടി വന്ന ഒരു ഇത്തിരി കിസ പറയാൻ, അപ്പോഴേക്കും അയാള് പോയി. ഈയിടെ ആയി അച്ഛൻ ഇച്ചിരി സ്മോൾ അടി കൂടുതല. വീട്ടിൽ മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? വൈ അങ്കിളെ ഈ വാഷി. ഇനിയെങ്കിലും നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടെടാ? ആശയില്ലാഞ്ഞിട്ടല്ല, കെട്ടി ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാൻ. ഇങ്ങോട്ടുണ്ടെന്നാ തമ്പി അങ്ങ് വിഴുങ്ങും. വിഴുങ്ങിയാൽ എത്ര ഭേദമായിരുന്നു. ഒരു ജോലി കിട്ടുന്നവരെ മകനെന്ന നിലയ്ക്ക് തന്നോട്ടിരുന്ന സ്റ്റൈപ്പൻഡ് ജോലി കിട്ടിയ അന്ന് എന്നെ കട്ട് ചെയ്തു. ഇനി പെണ്ണിനെയും കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ വീട്ടിൽ നിന്ന് എന്നെ കട്ട് ചെയ്യില്ലെന്ന് ആര് കണ്ടു? വെറും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവായിട്ട് കഴിക്കാനായിരിക്കും എന്റെ വിധി അങ്ങളെ. അങ്ങനൊന്നുമില്ലടാ. ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാ ഒക്കെ ശരിയാവും. ഒരു മുത്തശ്ശനും കൂടി ആവുമ്പോ തമ്പിയുടെ സകല മുൻചുണ്ടിയും തീരും. പേരക്കുട്ടികൾ മുഖത്ത് നോക്കി മുത്തശ്ശാന്ന് വിളിച്ച് മോണ കാട്ടിച്ചിരിക്കുമ്പോ ഏത് മൂർഖനടാ പത്തി താഴ്ത്താത്ത? ഇതങ്ങനെ പത്തി ആഴ്ച നേനൊന്നും അങ്കിള് വേറെ വല്ല കാര്യം പറ. പെണ്ണും പടക്കോഴി, ഇത് വിധിയാണ് വിധി. നീ ധൈര്യമായിട്ടിരിക്കും. നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിക്കാം. വീട്ടിൽ നിന്ന് ബോറടിക്കാതിരിക്കാൻ എനിക്കൊരു എൻഗേജ്മെന്റും ആവും. അങ്ങനാണെങ്കിൽ അങ്കിൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. എന്റെ ഫോക്കസിൽ ഒരുത്തി ക്ലിക്കായി കിടപ്പുണ്ട്. എന്റെ കൂടെ സ്റ്റുഡിയോ ജോലി ചെയ്യുന്ന കക്ഷിയാ. എടാ കള്ള, എങ്കിൽ പിന്നെ താമസിപ്പിക്കുന്നത് നമുക്ക് നടത്തിക്കളയാം. നടത്തി തരാം. അച്ഛന്റെ മൂത്ത് നോക്കി ആര് പറയും? ഞാൻ പറയാം. പറ്റില്ല എന്ന് പറഞ്ഞാലോ? ഞാൻ നടത്തി തരും. എന്റെ അങ്കിളെ, നിന്റെ കക്ഷിയുടെ പേരെന്താ പറഞ്ഞേ? അയ്യോ, പേര് ഞാൻ പറഞ്ഞില്ലേ. സ്വയം പ്രഭ. ഇനി സാക്ഷികളൊപ്പിട. സ്വയം പ്രഭയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. അല്ല, കമ്പ്യൂട്ടറിൽ അടിച്ച കളർ പ്രിന്റ് പോലെ സത്യമാണ്. അപ്പൊ ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു സർ. മോളിങ് വന്നേ. 3 വേന്ദ്രന്മാരുള്ള ഒരു വീട്ടിലേക്കാ നീ ഇന്ന് കേറാൻ പോന്നെ. മനസ്സിലായില്ല അല്ലേ? ഇവൻ സുരേന്ദ്രൻ പാവ, ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആശയമുള്ളവനാ. ഇതിന് ഇളയ ഒരുത്തനുണ്ട് രാജേന്ദ്രൻ. വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷെ ചൂടൊരിത്തിരി കൂടുതലാ. ഇതിലൊക്കെ കൊടിമൂത്ത ഒരു വേന്ദ്രനാ നിന്റെ അമ്മായിയച്ഛൻ മഹേന്ദ്രൻ. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ. അതുകൊണ്ട് മൊശടത്തരം ഇത്തിരി കൂടും, പക്ഷെ മനസ്സ് ശുദ്ധ. എല്ലാം സുരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊരു സത്രമാ. നീ വേണം അതൊരു കുടുംബമാക്കി എടുക്കാൻ. ഞങ്ങൾ ഇപ്പൊ അകത്തോട്ട് കയറുന്നില്ല. മോളെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. രണ്ടാളും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം. ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരും. സദ്യ ഒന്നും തന്നില്ലെങ്കിലും മാമ്പഴ പുളിശ്ശേരികൾ ഉണ്ടാക്കി വെച്ചേക്കണേ. കൊതിയൻ. അപ്പൊ ഞങ്ങൾ പോട്ടെ. സ്വയം ആരതി ഒഴിയാനോ കുരവീട്ട് സ്വീകരിക്കാനോ ഇവിടെ ആരുമില്ലെന്ന് അറിയാമല്ലോ. അതാണ് ജുറാസിക് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം. ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ്. ഏത് സമയത്തും ജുറാസിക് ചാടി വീഴാം. അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക, നാവ് നല്ല കത്തിയാക്കുക. പോകാമോ? പോകാം. വാ. സ്റ്റുഡിയോയിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ ഞാൻ കെട്ടി. ഈ കുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പോവാ. പെട്ടിയും ചട്ടിയും തൂക്കിയെറിഞ്ഞ് പട്ടിയെ പോലെ ഞങ്ങൾ ആട്ടി പുറത്താക്കരുത്. കാലി വീഴും. എന്റെ കാലം ആരും വീഴുന്ന എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ, പേടിക്കല്ലേ, മക്കള്, മരുമക്കള്, അങ്ങനെയുള്ള സ്വന്തം ബന്ധങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ആരെ അനുഗ്രഹിക്കാറുമില്ല. പിന്നെ എന്നെ അച്ചായിച്ചൊന്നും വിളിച്ചേക്കരുത്. അഥവാ എന്തെങ്കിലും വിളിക്കേണ്ടി വന്നാലോ? തമ്പി സാറെന്ന് വിളിച്ചാ മതി. നിക്കോ പോകോ ചാകോ എന്ത് വേണേ ചെയ്യാം. എന്നാ നമുക്ക് ചാവാം. അല്ല, അകത്തേക്ക് പോവാം. അവിടെ നിന്ന് എന്താ പേര്? എന്തായാലും മരുമോളുടെ പേരറിയാൻ ആഗ്രഹമില്ലാതിരിക്കില്ലല്ലോ അല്ലേ ചാ? അതെ. അല്ല, ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ല. പിന്നെ
വല്ല പോലീസുകാരും തിരക്കി വരുവാണെങ്കിൽ ഒന്ന് വിളിക്കണ്ടേ? എന്റെ അതെ. പോലീസ്, എന്നെ ആരും വിളിക്കണ്ട. ഏ? ആ അഥവാ വിളിക്കണമെങ്കിൽ തന്നെ സ്വയം പ്രഭയെന്ന് വിളിക്കേ വേണ്ട. മോളേന്നോ മരുമോളേന്നോ വിളിക്കാമെങ്കിൽ മാത്രം വിളിച്ചാ മതി. അച്ഛൻ ചമ്മി വാ. ഉം. കാപ്പി. ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ. ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തരേണ്ടത് എന്റെ കടമ. കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും അവരവരുടെ മര്യാദ. One minute. എന്തിനാ ഇത്? ഒരു കാപ്പിക്ക് സാധാരണ 2 രൂപയാണ് കൊടുക്കാറ്. അത് കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. വാങ്ങേണ്ടത് നിങ്ങളുടെ കടമയും. ഇതാ. അയ്യോ സാർ, ദേവിയേരി വീടൊരു ഹോട്ടലാക്കരുത്. ആരോരും ഇല്ലാത്തൊരു അനാഥയാണ് ഞാൻ. കുടുംബത്തിൽ ജീവിക്കാൻ കൊതിച്ചു വന്നതാ. സെന്റിമെന്റ്സ് വേണ്ട. ഒരുപാട് സെന്റിമെന്റ്സ് കണ്ടവനാ ഞാൻ. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള് എല്ലാം വെറും അഭിനയമല്ലേ. അപ്പപ്പ കണക്ക് തീർത്തില്ലെങ്കിലേ അവകാശം പറയും. എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. പണം മേടിക്കാവുന്നുണ്ടെങ്കിൽ മാത്രം മേലെ കാപ്പി ചായ കൊണ്ടുവന്നാ മതി. വൺ മിനിറ്റ്. അതെ, ഇനി മുതൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണമെന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കാം. സമയമാകുമ്പോൾ ഡൈനിങ് ഹാളിലോട്ട് വന്നാൽ മതി. പിന്നെ സാധാ ഊണ് 5 രൂപ, സ്പെഷ്യൽ ഊണ് 10 രൂപ. റൂമിൽ കൊണ്ടുവന്ന് വിളമ്പി തരണമെങ്കിൽ 15 രൂപയാവും. അയ്യോ, മുഴുവനും കുടിച്ചല്ലേ? സന്തോഷായില്ലേ? പിന്നെ സന്തോഷം കൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. എന്നാ ഈ ഗ്ലാസ് മുടങ്ങി തിന്നു. അയ്യോ വേണ്ട, വായ മുറിയും. അയ്യോടാ, ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ മുഴുവനും ഒന്ന് കുടിച്ചു. പകുതി എനിക്ക് അതൊന്നും അറിഞ്ഞോളേ. അയ്യോ ഞാൻ മറന്നു കേട്ടോ. ഇതുവരെ ഒന്നും പങ്കിട്ട് ശീലമില്ലാത്തോണ്ടാ. സോറി. ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ മറന്ന എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പേടിച്ചോ? ഇല്ല, പേടിക്കുമായിരുന്നു. എന്തിനാ ഇങ്ങനെ വേറൊരാൾ കുടിച്ച എന്റെ പാതി കുടിക്കണേ? വേറൊരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് പാലൊഴിച്ച് സ്വയം കുടിക്കാലോ. മേനോ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? ഇന്ന് മുതൽ നമ്മൾ 2 അല്ല 1. സുരേന്ദ്രൻ പാതി, ഈ സ്വയംപ്രഭ പാതി. പാതി ദൈവം പാതി. അങ്ങനെ തന്നെ. സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ ഇന്നു മുതൽ സുരേട്ടൻ ഒരാളും കൂടിയുണ്ട്. ഈ സ്വയംപ്രഭ സുരേന്ദ്രൻ. എന്റെ സ്വയം സ്വയം അയ്യോ ഇതാണ്. അയ്യോ എന്താ ഇത്? നിങ്ങളൊക്കെ ആരാണെന്ന് പറയൂ. ഇവിടെയുള്ളവരാണോ? അല്ല, വല്ല സോപ്പൂടിയുടെയും പരസ്യക്കാരായിരിക്കും. ഓഹോ, ആരുടെ മനസ്സിൽ പ്രേമം പൂവിട്ടാലും ഉടനെ ഞങ്ങൾ അവിടെ എത്തും. അന്തരീക്ഷം അവരുടെ മനസ്സിനെ മോഹങ്ങളെ പോലെയാക്കും. അവരെ കൊണ്ട് പാട്ടുപാടിക്കും, നൃത്തം ചെയ്യിക്കും. ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. ഓ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഓക്കേ ദെൻ സ്മൈൽ ആൻഡ് സ്റ്റാർ. സുരേട്ടാ, സുരേട്ടാ, സുരേട്ടാ. അയ്യോ, ആരായി പാതിരാക്ക്? മാലാഖമാരും ദേവതമാരും. അയ്യോ, അതല്ല ചോദിച്ചത്. പുറത്ത് കോളിപ്പല്ലടിക്കുന്ന കേട്ടില്ലേ? അയ്യോ, അതിവിടുത്തെ 3ാമത്തെ വേന്ദ്രനാ. ആരാ? രാജേന്ദ്രനോ? തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. സ്വയം വായിലോർന്ന് കൊടുക്ക. പിന്നെ അച്ഛനും കൊടുത്തോലെ നല്ല 2 ഡോസ് അവനും കൊടുത്തേക്ക.
സ്വയംപ്രഭ. ഏട്ടത്തിയമ്മ. ആ, കേറാൻ വരട്ടെ. ഇപ്പൊ സമയം എത്രയെന്നറിയോ? അതെ, കോളേജ് വിട്ടിട്ട് എവിടെ ചുറ്റി നടക്കുമായിരുന്നു? ഇത് കോടതിയൊന്നുമല്ലല്ലോ. എന്ന് കഴിഞ്ഞ് തോന്നുമ്പോ ഒന്ന് കേറാന്നു. പിന്നെ ഈ ഏട്ടത്യം വേണമെന്നുള്ള അധികാരം എന്നോട് കാണിക്കണ്ട. എന്നെ അങ്ങനെ ആരും ഭരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അയ്യോ വേണ്ടായേ. പക്ഷെ ഞാനും എന്റെ ഭർത്താവും കൂടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലമായത്. പച്ച പാതിരാക്കി വന്ന് ഇങ്ങനെ കിറോന്ന് ബെല്ലടിക്കുന്നതേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, പ്രായമായ ഒരു മനുഷ്യനെ ഉറക്കത്തിൽ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ആ, ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ 10 മണിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ വരാന്തേ കിടക്കേണ്ടി വരും. കേറിയാട്ടെ. അതെ, സുഖമായിട്ട് കയ്യും വീശി അങ്ങ് പോവാണോ? എന്നാ വാതിലടച്ച് കുറ്റിയിട്. ചെല്ലേ.